നമുക്ക് നമ്മളായിട്ടിരിക്കുന്ന ഒരവസ്ഥയില്ലെങ്കിൽ നമ്മളെന്താണോ കണ്ടത്, എന്താണോ കേട്ടത്, അതിൻ്റെ പുറകെ ആ ഇംപ്രഷൻ മനസ്സിലായി, അല്ലെങ്കിൽ ആ കണ്ട കാഴ്ച, ആ കേട്ട കേൾവി നമ്മളെയും ക്യാരി ചെയ്തു പോകും. പിന്നെ അവിടെ നിന്ന് എന്താണോ പുതിയത് രൂപപ്പെട്ടത്, ആ രൂപത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറിച്ച് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ നമ്മൾ ഒന്നിലുമല്ലാതെ ആ ശൂന്യതയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ശ്വാസം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലും അത് അതിൻ്റെ ആ അവസ്ഥയിൽ അത് എവിടെയാണോ നിർത്തേണ്ടത് അതിനവിടെ നിർത്താൻ സാധിക്കൂലേ? ഇത് ഭയങ്കര സിമ്പിളല്ലേ? ഇതിന് മറ്റൊരാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ മറ്റൊരാളോട് ദേഷ്യം പിടിച്ചിട്ടോ അയാളാണ് കാരണമെന്ന് പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് കോട്ടം വരുന്ന രീതിയിൽ നമ്മളല്ലേ അതിനെ നമ്മളിലേക്ക് എടുത്ത്. അതിൻ്റെ സൗന്ദര്യം, ആ സൗന്ദര്യത്തിൽ പെട്ടുപോയത് നമ്മളല്ലേ. എന്നിട്ട് നമ്മൾ അതിന് സൗന്ദര്യം കൂടുതലാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം നമുക്ക് ഡാഡി ഇല്ലാത്തതുകൊണ്ടല്ലേ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ അതിൽ കോട്ടം വരുത്താനും വരുത്താതിരിക്കാനുള്ള കപ്പാസിറ്റി നമ്മളിലല്ലേ. ഭയങ്കര സിമ്പിൾ കാര്യമല്ലേ?